Hi all, welcome to I+ Training Solutions. ഞാൻ ആര്യ. അപ്പോൾ നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 1 to 3 and 4 4 കാറ്റഗറീസിനും വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഈ ഒരു സെഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്, എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് എല്ലാവരും എന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നിങ്ങളെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻസും നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, I invite the honorable chief guest to dash the awards. അതാണ് ക്വസ്റ്റ്യൻ. I invite the honorable chief guest to dash the awards. Select the correct answer from the options given and fill up the blanks. Okay. അപ്പോൾ എന്താണ്? I invite the honorable chief guest to dash the awards. എന്താണ്? The honorable chief guest to distribute the awards. അല്ലേ? അവാർഡ് വിതരണം ചെയ്യാനായിട്ട് ചീഫ് ഗസ്റ്റിനെ എന്ത് ചെയ്തു? വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ 4 ഫ്രേസൽ വെർബ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഏതാണ്? ഗിവൺ അപ്പ്, ഗിവ് ഇൻ, ഗിവ് എവേ, ഗിവ് ഓഫ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഡിസ്ട്രിബ്യൂട്ട് എന്നർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ്? ഗിവ് എവേ ആണ് അല്ലേ? ഐ ഇൻവൈറ്റ് ദ ഓണറബിൾ ചീഫ് ഗസ്റ്റ് ടു ഗിവ് എവേ ദി പ്രൈസസ് അല്ലേ? ഗിവ് എവേ ദി അവാർഡ്സ്. അപ്പൊ ഗിവ് എവേ മീൻസ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ട്. ഓക്കെ, ഗിവ് എവേ മീൻസ് ഡിസ്ട്രിബ്യൂട്ട്. ഓക്കെ, അടുത്ത് ഗിവ് അപ്പ് മീൻസ് എന്താണ്? ഗിവ് അപ്പ് മീൻസ് എന്താണ്? ടു സ്റ്റോപ്പ് അല്ലേ? ടു അവോയ്ഡ്. അതൊക്കെയാണ് ഗിവ് അപ്പിന്റെ മീനിങ്. അതായത് നമ്മൾ വേണ്ടാന്ന് വെക്കുക. ഹി ഗിവ് അപ്പ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്മോക്കിംഗ് നിർത്തി, സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഗിവ് അപ്പ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഐ ഇൻവൈറ്റ് ദ ഓണറബിൾ ചീഫ് ഗസ്റ്റ് ടു ഡിസ്ട്രിബ്യൂട്ട് ടു ഗിവ് എവേ ദി അവാർഡ്സ്. അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഗിവ് എവേ. അടുത്ത ചോദ്യം, there are so many things you need to bear dash mind. പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. There are so many things you need to bear dash mind എന്നാണ് തന്നിരിക്കുന്നത്. at, on, in, off. എന്തായിരിക്കും ആൻസർ വരുന്നത്? at ആണോ, on ആണോ, in ആണോ, off ആണോ വരുന്നത്? There are so many things you need to bear dash in mind. മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ, നമ്മൾ എന്താണ് സഹിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം മനസ്സിൽ മനസ്സിനകത്ത് എന്നുള്ളൊരു അർത്ഥത്തിലാണ് വരുന്നത്. അപ്പം ഏതായിരിക്കും വരുന്നത്? എന്തായാലും അറ്റും ഓഫും വരത്തില്ല അല്ലേ? ബെയർ അറ്റ് മൈൻഡ് വരില്ല, ബെയർ ഓഫ് മൈൻഡ് എന്തായാലും വരില്ല. അപ്പം ഇൻ ആണോ ഓൺ ആണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് അല്ലേ? ഓൺ ദി മൈൻഡ് എന്ന് വരുമ്പോൾ ഇൻ ദ മൈൻഡ്. അപ്പം മനസ്സിനുള്ളിൽ അല്ലെ മനസ്സിനകത്ത് എന്നുള്ളൊരു അർത്ഥത്തിൽ വരുമ്പോൾ ഏതായിരിക്കും വരുന്നത്? ബെയർ ഇൻ മൈൻഡ് ആണ് കറക്റ്റ് ആൻസർ അല്ലേ? bear in mind. There are so many things you need to bear in mind. Okay, മനസ്സിനകത്ത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നോക്കിയേ, ഇനി അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഏത് കേസിലൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വളരെ സ്പെസിഫിക് ആയിട്ട്, വളരെ എന്താണ് കൃത്യമായിട്ടൊരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ അവിടെ അറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് കൃത്യമായിട്ടൊരു സമയം പറയുക. അറ്റ് 2 PM അല്ലേ? അങ്ങനെ പറയുക. കറക്റ്റ് അറ്റ് ദി കോർണർ ഡെസ്ക് അല്ലേ? ആ കോർണറിലുള്ള ഡെസ്കിൽ ഇരിക്കാം. അങ്ങനെ കറക്റ്റ് എത്രയും പ്രിസൈസ് ആയിട്ടാണോ നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ടൈം പറയാൻ നമ്മൾ നോർമലി അറ്റാണ് യൂസ് ചെയ്യുന്നത്, എങ്കിൽ പോലും വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടൈം പറയുമ്പോഴാണ് അറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി പ്ലേസിന്റെ കേസ് ആണെങ്കിലും അത് തന്നെയാണ്. വളരെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അവിടെ അറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഓൺ എന്ന് പറയുമ്പോഴോ മുകളിൽ, ഓൺ ദി ബെഞ്ച് അല്ലെ ഓൺ ദി ടേബിൾ, ടേബിളിന് മുകളിൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നത് അല്ലേ? ഇനി അതേപോലെ തന്നെ ഓൺ യൂസ് ചെയ്യുന്ന വേറെ കേസസോ ഡേയുടെ കൂടെ പറയും അല്ലേ? ഓൺ ട്യൂസ്ഡേ പറയില്ലേ? ഓൺ 27th എന്ന് പറയുമല്ലോ, പറയില്ലേ? അപ്പൊ അതേപോലെ തന്നെ അപ്പൊ എവിടെയൊക്കെ പറയും? മുകളിൽ എന്നുള്ള അർത്ഥത്തിൽ ഓൺ യൂസ് ചെയ്യും. പിന്നീട് നമ്മൾ ഡേയുടെ കൂടെ യൂസ് ചെയ്യും, ഡേറ്റിന്റെ കൂടെ യൂസ് ചെയ്യും. ഇവിടെയൊക്കെ നമ്മൾ ഏതാണ്? ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇൻ ആണെങ്കിലോ ഇവിടെ അകത്ത് എന്നുള്ള മീനിങ്ങിൽ അല്ലേ? ഇൻ ദി ചെയർ,
ഇൻ ദി ആം ചെയർ അല്ലേ? ഓക്കെ, ചെയറിനകത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻ ദി ആം ചെയറിനകത്ത് ഇരുന്നു. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഇയറിന്റെ കൂടെ എന്താണ് നമ്മൾ ഇൻ യൂസ് ചെയ്യും അല്ലേ? ഇൻ 2017 എന്നാണ് പറയുന്നത്. അതേപോലെ കൺട്രീസ്, ഇൻ ഇന്ത്യ, കൺട്രീസിന്റെ കൂടെ നമ്മൾ ഏതാണ് ഇൻ ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മെട്രോപൊളിറ്റൻ സിറ്റീസ്, ഇൻ മുംബൈ അല്ലേ? അങ്ങനെ എന്താണ് അകത്ത് എന്നുള്ള അർത്ഥത്തിൽ പിന്നെ എന്താണ് ഇയറിന്റെ കൂടെ, കൺട്രീസിന്റെ കൂടെ, പിന്നെ എന്താണ് മെട്രോപൊളിറ്റൻ സിറ്റീസിന്റെ കൂടെയൊക്കെ നമ്മൾ ഇൻ എന്ന് പറഞ്ഞ ഒരു പൊസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓഫ് ആണെങ്കിലോ, ഓഫ് എന്ന് പറയുന്നത്, ഓഫ് നമ്മൾ കുറേ പ്രിപ്പോസിഷൻ്റെ കൂടെ യൂസ് ചെയ്യും. അതേപോലെ തന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഓഫ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഒരു എന്താണ് ഒരു അസുഖം വന്ന് മരിക്കുക അല്ലേ? ഇപ്പം ഡൈഡ് ഓഫ് ക്യാൻസർ എന്ന് പറയും. ഡൈഡ് ഓഫ് ക്യാൻസർ ഒരു ഡയറക്റ്റ് കോസ് വന്നിട്ട് ഒരു അസുഖം വന്ന് മരിക്കുക അല്ലേ? അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ ഓഫാണ്. ഇപ്പം പെട്ടെന്ന് എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഓർമ്മ വന്നതുകൊണ്ട് പറയുകയാണ്. അപ്പം ഇവിടെ അറ്റ്, ഓണ്, ഇന്ന് ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. അറ്റ് എന്ന് പറയുന്നത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടൈമും പ്ലേസും പറയുമ്പോൾ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. ഓൺ ആണെങ്കിൽ മുകളിൽ എന്നുള്ള മീനിങ്ങിലും പിന്നെ എന്താണ് ഡേയുടെ കൂടെ, ഡേറ്റിൻ്റെ കൂടെയൊക്കെ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇന്നാണെങ്കിലോ നമ്മൾ അകത്ത് എന്നുള്ള മീനിങ്ങിൽ ഇന്ന് യൂസ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ് ഇയറിൻ്റെ കൂടെ, സിറ്റീസ്, മെട്രോപൊളിറ്റൻ സിറ്റീസ്, കൺട്രീസിൻ്റെ ഒക്കെ കൂടെ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഇന്നാ. യെസ്, there are so many things you need to bear in mind എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, which among the following sentences is grammatically acceptable? ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയ സെന്റൻസ് ഏതാണെന്നാണ് ചോദ്യം. One among the boys are naughty, one among the boys being naughty, one among the boys were naughty, one among the boys is naughty. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? അപ്പൊ വൺ ഓഫ്, വൺ എമംഗ് ഇതെല്ലാം എന്താണ് സെയിം യൂസേജ് ആണ്. വൺ ഓഫ്, അതേപോലെ തന്നെ വൺ എമംഗ്, ഇതൊക്കെ ശേഷം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? അതിനുശേഷം യൂസ് ചെയ്യുന്ന എന്താണ് നൗൺ എപ്പോഴും എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. എന്നാൽ വേർബ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആയിരിക്കും. ഓക്കെ, അതെപ്പോഴും ഓർത്തിരിക്കുക. ഇതിന് ശേഷം യൂസ് ചെയ്യുന്ന നൗൺ എന്തായിരിക്കും? എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. വൺ ഓഫ് ദി ബോയ്സ്, എല്ലായിടും ബോയ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ വൺ എമങ്ങിന് ശേഷം വന്ന എന്താണ് നൗൺ എന്താണ്? ബോയ് ആണ്. സോ അതെന്താണ് നമ്മൾ പ്ലൂറലായിട്ട് യൂസ് ചെയ്യും. എന്നാൽ അതിന് ശേഷം വരുന്ന വേർബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും, മറന്നു പോകരുത്. ഓക്കെ, വൺ ഓഫ്, വൺ എമങ് ഇതിൻ്റെ ഒക്കെ ശേഷം വരുന്ന നൗൺ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. എന്നാൽ ആ നൗണിന് ശേഷം വരുന്ന വേർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആറ് തെറ്റാണ്. ബീയിങ് വേണ്ട, ING ആണ് വന്നിരിക്കുന്നത്, അതും തെറ്റാണ്. വെയർ പ്ലൂറൽ ആണ്. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. വൺ എമംഗ് ദ ബോയ്സ് ഈസ് നോട്ടി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഒന്നുകൂടി ഓർത്തിരിക്കുക, വൺ ഓഫ്, വൺ എമംഗ്. ഓക്കെ, ഇതിനൊക്കെ ശേഷം വരുന്ന നൗൺ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. എന്നാൽ നൗണിന് ശേഷം വരുന്ന വേർബ് സിംഗുലർ ആയിരിക്കും. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The study of articulation, transmission and reception of speech sounds is called dash. Study of articulation, transmission and reception of speech sounds. Speech sounds നെ കുറിച്ചുള്ള സ്റ്റഡിക്ക് എന്ത് പേര് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോണറ്റിക്സ്, മോർഫോളജി, ലിംഗ്വിസ്റ്റിക്സ്, സെമാൻറ്റിക്സ്. എന്താണ്? ഫോണറ്റിക്സ് ആണോ, മോർഫോളജി ആണോ, ലിംഗ്വിസ്റ്റിക്സ് ആണോ, സെമാൻറ്റിക്സ് ആണോ വരുന്നത്? സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ചുള്ള സ്റ്റഡിക്ക് എന്ത് പേര് പറയും? ഫോണറ്റിക്സ് എന്ന് പറയും അല്ലേ? ഫോണറ്റിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് അല്ലേ? സ്പീച്ച് സൗണ്ടിന്റെ സ്റ്റഡിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോണറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് സൗണ്ടിനെ കുറിച്ചുള്ളത്. നമ്മൾ എന്താണ് ലാംഗ്വേജിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സൗണ്ടുകളാണ് അല്ലേ? ഫ്, സ്, ക് അങ്ങനെയുള്ള സ്പീച്ച് സൗണ്ടുകളാണ്. ആ സ്പീച്ച് സൗണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോർഫോളജി എന്താണ്? മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് ഫോർമേഷൻ ഓഫ് വേർഡ്സ്. ഒരു വേർഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിക്കാണ് നമ്മൾ മോർഫോളജി എന്ന് പറയുന്നത്. വേർഡ് എങ്ങനെ ഫോം ചെയ്യുന്നു, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ മോർഫോളജി എന്ന് പറയുന്നത്.
ഇനി ലിംഗ്വിസ്റ്റിക്സ് എന്താണ്? സ്റ്റഡി ഓഫ് ലാംഗ്വേജസ്, ഡിഫറെൻറ്റ് ലാംഗ്വേജസ് അല്ലേ? പല ലാംഗ്വേജിനെ കുറിച്ച് ഉള്ള സ്റ്റഡിക്കാണ് എന്തെന്ന് പറയുന്നത്? ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ? ഇനി സെമാൻറ്റിക്സ് എന്താണ്? സ്റ്റഡി ഓഫ് മീനിങ് ഓഫ് വേർഡ്സ്, വേർഡിന്റെ മീനിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡിക്കാണ് നമ്മൾ സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, സ്റ്റഡി ഓഫ് ആർട്ടിക്കുലേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ സ്റ്റഡിയാണ് മോർഫോളജി. ലിംഗ്വിസ്റ്റിക്സ് ആണെങ്കിലോ സ്റ്റഡി ഓഫ് ലാംഗ്വേജസ് അല്ലേ? ലാംഗ്വേജിനെ കുറിച്ചുള്ള സ്റ്റഡിക്കാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി സെമാൻറ്റിക്സ് ആണെങ്കിൽ എന്താണ്? സ്റ്റഡി ഓഫ് മീനിങ് ഓഫ് വേർഡ്സ്, വേർഡ്സിന്റെ മീനിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡിക്കാണ് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഫോണറ്റിക്സ് ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Don't move, said the cop to the thief. This can be reported as. റിപ്പോർട്ടഡ് സ്പീച്ചുമായിട്ട്, റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഡോണ്ട് മൂവ് അല്ലെ? ഡോണ്ട് മൂവ് ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഒരു ഇമ്പരറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യും? അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഫസ്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് തരുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? അവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബിനെ നോക്കുക. റിപ്പോർട്ടിംഗ് വേർബ് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ് എങ്കിൽ മാത്രമേ അവിടെ ടെൻസ് ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. അത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം. റിപ്പോർട്ടഡ് സ്പീച്ചിൽ റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മാത്രമേ അവിടെ ടെൻസ് ചേഞ്ച് ഉണ്ടാവൂ. ഇവിടെ ഇവിടുത്തെ റിപ്പോർട്ടഡ് വേർബ് ഏതാണ്? സെഡ് ആണ് അല്ലേ? ഡോണ്ട് മൂവ്, സെഡ് ദി കോപ്പ് ടു ദി തീഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റിപ്പോർട്ടഡ് വേർബ്. റിപ്പോർട്ടിംഗ് വേർബ് അതെന്താണ്? പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ടെൻസ് ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ദി കോപ്പ് സെഡ് എന്തായിട്ട് മാറി? ഇനി ആസ്ഡ് ആയിട്ട് മാറും അല്ലെ? തീഫിനോട് പറയുകയാണ് ചെയ്യുന്നത്. ദ കോപ്പ് ആസ്ഡ് ദി തീഫ് ഡോണ്ട് മൂവ് എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിട്ട് മാറും? എങ്ങനെ മാറും? തീഫ് നോട്ട് ടു മൂവ്, ഡിഡ് നോട്ട് മൂവ്, ഡു നോട്ട് മൂവ്, ടു മൂവ് എന്ന് വരും. അപ്പൊ എങ്ങനെ വരും? നോട്ട് ടു മൂവ് എന്ന് വരും അല്ലേ? നോട്ട് ടു മൂവ് എന്ന് വരും. ഇപ്പൊ ഇവിടെ ഇമ്പരറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡോണ്ട് ആണ് വന്നത്. അപ്പൊ ഇവിടെ ടെൻസ് ചേഞ്ച് ഒന്നും തന്നെ വരുന്നില്ല. എന്ത് വരും? ഡോണ്ട് മൂവ് എന്നുള്ളത് എങ്ങനെ വരും? നോട്ട് ടു മൂവ്. ആ ഡോണ്ടിനെ നമ്മളൊന്ന് തിരിച്ച്, ഈ ഡോണ്ട് എന്നുള്ള ഏത് വാക്ക് വന്നാലും നോട്ട് ടു എന്ന് അതിനെ തിരിച്ച് നമ്മൾ റിപ്പോർട്ടിംഗ് വേർബിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? നോട്ട് ടു എന്ന് വരും. അതിനെ തിരിച്ചെഴുതുക അല്ലേ? നോട്ട് ടു മൂവ് എന്ന് വരും. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ദ കോപ്പ് ആസ്ക്ഡ് ദ തീഫ് നോട്ട് ടു മൂവ് എന്ന് വരും. ഓക്കെ, ദ കോപ്പ് ആസ്ക്ഡ് ദ തീഫ് നോട്ട് ടു മൂവ്. ഓക്കെ, ഡു നോട്ട് അല്ല വരുന്ന, ഡോണ്ട് ആണ്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഓപ്ഷൻ സി ഇവിടെ എന്താണ്? ഡു നോട്ട് മൂവ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഡു നോട്ട് മൂവ് എന്നല്ല വരുന്നത്, ആ ഡോണ്ട് എന്നുള്ളത് നോട്ട് ടു എന്നാവും. ഓക്കെ, അത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്